ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നമ്മുടെ iQOO 9 Pro വേഴ്സസ് നമ്മുടെ സാംസങ് ഗാലക്സി S21 കമ്പാരിസൺ ആൻഡ് റിവ്യൂ ആണ് ചെയ്യുന്നത്. സോ രണ്ടും 12GB 256GB വേരിയൻസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഗാലക്സി S21 അൾട്രയുടെ ബാക്ക് ഗ്ലാസ് ആണ് ആൻഡ് ഒബ്വിയസ്ലി സൈഡ് അലുമിനിയം ഫ്രെയിമാണ് വന്നിരിക്കുന്നത്. സെയിം തന്നെ നമ്മുടെ iQOO 9 Proയുടെ ബാക്ക് ഗ്ലാസ് ആണ്, സൈഡ് അലുമിനിയം ഫ്രെയിം. ബട്ട് ദ മെയിൻ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് നമ്മുടെ iQOO 9 Proയിൽ ജസ്റ്റ് പാൻഡ ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്. വേറെ നമ്മുടെ ഗാലക്സി S21 അൾട്രയിൽ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോണിംഗ് ഗൊറില്ല 7 വിക്ടേഴ്സ്. സോ ഒബ്വിയസ്ലി കോണിംഗ് ഗൊറില്ല 7 വിക്ടേഴ്സ് ആണ് കുറച്ചും കൂടെ നല്ലത്. സോ അവിടെ ഒരു ബാഡ് അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഇത് ജസ്റ്റ് പാൻഡ ഗ്ലാസ് ആണ് വരിക. സോ കുറച്ച് ഇൻഫീരിയർ ആണ് നമ്മുടെ iQOO 9 Proയുടെ ഫ്രണ്ടിലത്തെ പ്രൊട്ടക്ഷൻ. ബട്ട് നിങ്ങൾ കൂടി സ്ക്രീൻ ഗാർഡ്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നെഗ്ലക്ട് ദാറ്റ്. ആൻഡ് ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെയും നമ്മൾ കോണിംഗ് ഗൊറില്ല 7ൻ്റെ പ്രൊട്ടക്ഷനാണ് നമുക്ക് S21 അൾട്ര ബാക്കിൽ വന്നിരിക്കുന്നത്. സോ ഇവിടെ ജസ്റ്റ് ഒരു ഗ്ലാസ് ബാക്കാണ് നമ്മുടെ iQOO 9 Pro വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗാലക്സി S21 അൾട്ര ഒരു 8.9 mm ആൻഡ് ഇത് നമുക്ക് വന്നിരിക്കുന്നത് ഒരു 8.8 mm ആണ്. ആൻഡ് ഇതുണ്ടോ രണ്ടിൻ്റെയും ഈ ബാക്ക് ഇവിടെ വന്നിട്ട് ഒരു കർവ് രീതിയിലാണ് നമുക്കിവിടെ നമ്മുടെ ഫ്രെയിമിട്ട് അലുമിനിയം ഫ്രെയിമിട്ട് എംബഡഡ് ആയിരിക്കണം. സോ പിടിക്കാൻ ഇൻ ഹാൻഡ് ഫീൽ നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ആരും ആ കർവ് ഉള്ള കാരണം രണ്ടും ഇൻ ഹാൻഡ് ഫീൽ രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് രണ്ടിൻ്റെയും ക്യാമറ മോഡ്യൂൾസ് എല്ലാം കുറച്ച് പ്രൊജക്റ്റഡ് രീതിയിലാണ് ക്യാമറ. സോ ഡിസൈൻ ആൻഡ് ലുക്ക് സബ്ജക്റ്റീവ് ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് 69,999 ആണ് നമ്മുടെ iQOO 9 Proയുടെ പ്രൈസ്. സോ ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറിയിൽ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ IP റേറ്റിംഗ്. ബട്ട് അത് ഇവിടെ മിസ്സിംഗ് ആണ്. IP52 റേറ്റിംഗ്, ദാറ്റ് മീൻസ് ലൈറ്റ് സ്പ്ലാഷ് ആൻഡ് ലൈറ്റ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ട്. ബട്ട് ഇത് നമുക്കൊരു പ്രോപ്പർ IP60 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. സോ ഞാൻ അതിനൊപ്പം തന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വെയിറ്റ് ആണ്. സോ ഇച്ചിരിയാണ് വെയിറ്റ് കൂടുതൽ നമ്മുടെ S21 അൾട്ര കേട്ടോ. 227 വരുന്നുണ്ട്. ബട്ട് അത്യാവശ്യം ഈവൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇച്ചിരി ടോപ്പ് ലോഡാണ് നമുക്ക് ഇവിടെ വന്നത്. പക്ഷേ നമ്മുടെ iQOO 9 Pro പെർഫെക്റ്റ് ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. S21 അൾട്ര കുറച്ച് ടോപ്പ് ലോഡ് ആണെങ്കിൽ iQOO 9 Pro ഈവൻ ഡിസ്ട്രിബ്യൂഷൻ. സോ വെയിറ്റിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ കൂടുതൽ നമ്മുടെ ഗാലക്സി S21 അൾട്രയ്ക്കാണ് വരിക. സോ ഡിസൈൻ പ്രോപ്പർലി സബ്ജക്റ്റീവാണ്. ഇതൊരു ക്ലാസിക് പ്രീമിയാണ്, ഇതൊരു ഫാൻസി പ്രീമിയാണ്. സോ നമ്മുടെ ഗാലക്സി S21 കോണിംഗ് ഗൊറില്ല വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ IP68 ഡസ്റ്റ് റേറ്റിംഗ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ ഉള്ളത് കാരണം ഞാൻ ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ഗാലക്സി S21 അൾട്രയ്ക്കായിരിക്കും വിൻ കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേക്ക് പോകാം. സോ ഗൈസ്, നമ്മുടെ ഗാലക്സി S21 അൾട്ര വേഴ്സസ് നമ്മുടെ iQOO 9 Pro ഡിസ്പ്ലേ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ രണ്ടും നമ്മുടെ വരുന്നതെന്ന് വെച്ചാൽ ക്വാഡ് ഡിസ്പ്ലേ ആണ്. ദാറ്റ് മീൻസ് 1440x3200 വരുന്നത്. നമ്മുടെ ഗാലക്സി S21 അൾട്രയ്ക്ക് ഒരു 6.8 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ആൻഡ് PPI വരുന്നത് Fahrenheit 15 PPI. ഓക്കെ, സോ നമുക്ക് 120 Hz വരുന്നുണ്ട്. 1500 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ്. HD 10+ ഒക്കെയാണ് വരുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ iQOO 9 Pro. സോ iQOO 9 Proയിലും സെയിം തന്നെ LTPO 1500 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ്. ആൻഡ് ഇച്ചിരി PPI കൂടുതലുണ്ട്. 518 PPI വരുന്നുണ്ട്. ആൻഡ് രണ്ടും കട്ടയ്ക്ക് ഇതിനന്ന് ഒരു വിന്നർ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കാണ്. ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് എനിക്ക് മീൻസ് നമ്മുടെ കളേഴ്സ് കുറച്ച് ഷെയ്ഡ്സ് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിനകത്ത് വരുമ്പോൾ കുറച്ച് ബ്രൈറ്റർ ഡിസ്പ്ലേ ആണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നമ്മുടെ ഗാലക്സി S21 അൾട്ര ആയിരിക്കും. ഞാൻ കറക്റ്റ് ബ്രൈറ്റ്നസ് ഒപ്റ്റിമൈസ് ചെയ്ത് ഇട്ടിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ചും കൂടെ ബ്രൈറ്റർ ഡിസ്പ്ലേ ഗാലക്സി S21 അൾട്ര ആണ്. പക്ഷേ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു ഗ്രീനൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഡീപ്പ് ഗ്രീൻ, ദാറ്റ് മീൻസ് നോർമലിക്കാളും കുറച്ചും കൂടി ഡീപ്പ് ഗ്രീനാണ് നമുക്ക് ഇതിനകത്ത് നമ്മുടെ iQOO 9 Proയിൽ കിട്ടുക. ദാറ്റ് മീൻസ് ഇച്ചിരി, ദാറ്റ് മീൻസ് ഒരു ഇഫ് യു ആസ്ക് ചെയ്യാൻ പറഞ്ഞ ഒരു 1 to 3% കുറച്ചിങ്ങനെ ഡീപ്പർ കളേഴ്സാണ് നമുക്ക് iQOO 9 Pro കിട്ടുക. S21 അൾട്രയിൽ ഒരു ഇൻ കമ്പാരിസൺ ഒരു കളറിന് ഒരു ടോൺ വ്യത്യാസമുണ്ട്, ചെറിയൊരു ടോൺ വ്യത്യാസമുണ്ട്. ഇറ്റ്സ് ബേസിക്കലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ പേഴ്സണൽ പ്രിഫറൻസ്. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ച് ചൂസ് ചെയ്യുക. ഓക്കെ, സോ ഈ സിനാരിയോ നിങ്ങൾക്ക് ആ റെഡ് കണ്ടാൽ ഇത് കുറച്ചിങ്ങനെ ഡീപ്പർ റെഡ്, ഈ ഗ്രീനൊക്കെ ഉണ്ട് ഇച്ചിരി ഇങ്ങനെ ഒരു വേറൊരു കളർ ടൈപ്പ് ഒരു ഗ്രീനാണ് വരുന്നത്. ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. സോ ബേസ്ഡ് ഓൺ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ദറ്റ് മീൻസ് ഈ കണ്ടോ ഈ ഒരു ലീഫിൻ്റെ കളേഴ്സ് ആയാലും ഇച്ചിരി ഡിഫറൻസ് ഉണ്ട് രണ്ടും തമ്മിൽ. സോ ബേസ്ഡ് ഓൺ പേഴ്സണൽ എനിക്ക് കുറച്ചും കൂടെ നാച്ചുറൽ ടോൺസിനേക്കാളും കുറച്ചും കൂടെ ഒരു ആർട്ടിഫിഷ്യൽ ഇതാണ് ഇഷ്ടപ്പെട്ടത്. ബട്ട് ഒരു 90% സിനാരിയോസിൽ രണ്ടും എക്സാക്റ്റ് ഡിറ്റോ ആയിട്ടാണ് വർക്ക് ചെയ്യുക. ബട്ട് ചില സിനാരിയോസിൽ നമുക്കൊരു ബ്രൈറ്റർ ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഡയറക്റ്റ് ഗാലക്സി S21 അൾട്ര ആയിരിക്കും ഓവറോൾ ബ്രൈറ്റർ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ആ റെഡ് കുറച്ചും കൂടെ ഡീപ്പർ റെഡാണ്. ഇവിടെ ബ്രൈറ്റ്നസിൻ്റെ ഒരു പഞ്ചിനെസ് കൂടുതലും. സോ ഇത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. സോ ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിൽ ഞാൻ ഗാലക്സി S21 അൾട്രയും ആൻഡ് കളറിൻ്റെ ഒരു എന്താ പറയുക ഒരു കുത്തണ രീതിയിലുള്ള കളേഴ്സൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടെ ഒരു 1 to 3% ഡിഫറൻസ് ആണെങ്കിൽ നമ്മുടെ iQOO 9 Pro ചൂസ് ചെയ്യുക. ഓക്കെ, സോ ഗൈസ് നെക്സ്റ്റ് നമ്മുടെ സ്പീക്കർ ഓഡിയോ ക്വാളിറ്റി ടെസ്റ്റാണ്. സോ രണ്ട് കാര്യങ്ങളായിരിക്കാൻ നോക്കുക. എനിക്ക് ക്വാളിറ്റിയും
സറൗണ്ട് എഫക്റ്റുമാണ് എനിക്ക് മെയിനായിട്ട് നോക്കുന്നത്. ദാറ്റ് മീൻസ് ലൗഡ്നെസ്സിനേക്കാളും ഞാൻ കുറച്ചുകൂടി പ്രിഫറൻസ് കൊടുക്കുക ക്വാളിറ്റി അലോങ് വിത്ത് നമ്മുടെ ഒരു സ്റ്റീരിയോ എഫക്റ്റാണ്. സോ ഫസ്റ്റ് ഗാലക്സി S21 ട്രൈ ഔട്ട് ചെയ്യാം. സോ ഞാനാണ് ഫോക്കസ്ഡ്, എനിക്കാണ് മാക്സിമം ഓഡിയോ ക്വാളിറ്റിയും സറൗണ്ട് എക്സ്പീരിയൻസ് കിട്ടുന്നത്. അത് വെച്ചിരിക്കും ഞാൻ നോക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ മ്യൂസിക്. ഓക്കെ, സോ അടിപൊളിയായിരുന്നു, ഒരു നോ ഡൗട്ട് അടിപൊളിയായിരുന്നു. ഇനി നമ്മുടെ iQOO 9 Pro. ഗൈസ്, ഇതിലെന്ത് ഡൗട്ടൊന്നുമില്ല, ഗാലക്സി S21 Ultra. എന്നാലും ഒരു ഓഡിയോ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. S21 Ultra ആണ്. ഓക്കെ, നമ്മുടെ iQOO 9 Pro. ഓക്കെ, നോ ഡൗട്ട് ക്ലിയർ വിന്നറാണ് നമ്മുടെ S21 Ultra. S21 Ultra. ഓക്കെ, സോ ഗാലക്സി S21 Ultra ആണ് എനിക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഫീൽ ചെയ്ത്. സോ ഫസ്റ്റത്തെ ആ സോങ് അനുസരിച്ചും കുറച്ച് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഗാലക്സി S21 Ultra ആണ്. അത്യാവശ്യം സ്റ്റീരിയോ എഫക്റ്റ് രണ്ടിനും ഏകദേശം സെയിം പോലെയാണ്. ബട്ട് ഓഡിയോ ക്വാളിറ്റി, ഒരു കാര്യം പറയാൻ വന്നു, ഇത് ഡോൾബി അറ്റ്മോസ് ടേൺഡ് ഓൺ ആയിരുന്നു നമ്മുടെ ഗാലക്സി S21 Ultraയിൽ. ഡോൾബി അറ്റ്മോസ് ഞാൻ ഓഫ് ആക്കാറില്ല, യൂഷ്വലി മാക്സിമം നമ്മുടെ സൗണ്ട് എക്സ്പീരിയൻസ് വേണ്ടി ഡോൾബി അറ്റ്മോസ് ഇങ്ങനെ ഇട്ട കാരണമാണെന്ന് തോന്നുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ ഗാലക്സി S21 ആണ്. അവിടെ ഒരു ദാറ്റ് മീൻസ് ഇഫ് യു ആസ്ക് മീ ഡിഫറൻസ് ഒരു 3 to 5% ഗാലക്സി S21 Ultra ആണത്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 1 to 3% ബ്രൈറ്റർ ആണ് നിങ്ങൾ നോക്കണമെങ്കിൽ ഗാലക്സി S21 Ultra യൂസ് ചെയ്യുക. അല്ലാണ്ട് കളറിന് കുറച്ചും കൂടെ ഒരു പഞ്ചി കളേഴ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടെ വൈബ്രൻ്റ് ആയിട്ട് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ iQOO 9 Pro ചൂസ് ചെയ്യുക. ഓക്കെ, സോ നൗ നെക്സ്റ്റ് പോകുന്ന നമുക്ക് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ്, ദാറ്റ് മീൻസ് ഇതിൻ്റെ പ്രൊസസ്സറാണ്. സോ ഗാലക്സി S21 Ultra Exynos 2100 ആൻഡ് നമ്മുടെ iQOO 9 Pro വരുന്നത് ലേറ്റസ്റ്റ് സ്നാപ്ഡ്രാഗൺ 8 Gen 1 ആണ്. സോ യെസ്, നമ്മുടെ അഡുണ്ടു സ്കോഴ്സ് ആണ്. സോ നോ കമ്പാരിസൺ, ക്ലിയർ വിന്നറാണ് നമ്മുടെ iQOO 9 Pro തന്നെയാണ്. ഇത് നിങ്ങൾ സ്കോർ നോക്കിയാൽ CPU ഒക്കെ ഇത് 1,30,000 ആണ്, ഇത് 2,31,000 ആണ്, ഇത് 2,41,000 ആണ്, ഇത് 4,37,000 ആണ്. മെമ്മറി 1,21,000 ആണ്, ഇത് 1,62,000 ആണ്, ഇത് 95,000, ഇത് 1,70,000. സോ ക്ലിയർ വിന്നറാണ് നമ്മുടെ iQOO 9 Pro. ഓക്കെ, നൗ നെക്സ്റ്റ് നമ്മുടെ CPU ത്രോട്ടിൽ ടെസ്റ്റ് ആണ്. സോ CPU ത്രോട്ടിൽ ടെസ്റ്റ് നമുക്ക് 67% ത്രോട്ടിലിംഗ്, ദാറ്റ് മീൻസ് ഒപ്റ്റിമൈസേഷൻ വേണം. ജസ്റ്റ് ലോഞ്ചിങ് ചിപ്പ് അല്ലേ സ്നാപ്ഡ്രാഗൺ 8, സോ ഒപ്റ്റിമൈസേഷൻ വേണം. സോ 67% ത്രോട്ടിലായി. ബട്ട് ഇത് അത്യാവശ്യം ഒപ്റ്റിമൈസ്ഡ് ആയിരുന്നു. ബട്ട് എന്തോ അത്യാവശ്യം സ്റ്റേബിൾ ആയിരുന്നു ഗ്രാഫ്. നിങ്ങൾ നോക്കിയാൽ സ്റ്റേബിൾ ലാസ്റ്റ് വന്നിട്ട് ഭയങ്കരമായിട്ട് പോകും. അതിൻ്റെയാണ് ആ പെർഫോമൻസ് കുറഞ്ഞ. യൂഷ്വലി നമുക്ക് S21 Ultraയ്ക്ക് അത്യാവശ്യം ഇപ്പോൾ ഒരു അപ്ഡേഷൻസ് അത്യാവശ്യം നമ്മുടെ 1 UI 4 അപ്ഡേഷൻ വന്നപ്പോൾ ഇച്ചിരി ഷോക്കായി പോയായിരുന്നു. ദാറ്റ് മീൻസ് അതിൻ്റെ ഒരു ഇച്ചിരി ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ബട്ട് റീസെൻ്റ് ഒരു അപ്ഡേഷൻ വന്ന് എല്ലാം ഫിക്സ് ആയിരുന്നു. ബട്ട് ചെറിയ ഒപ്റ്റിമൈസേഷൻ, കുറച്ചുകൂടെ ഒപ്റ്റിമൈസേഷൻ വേണം. 1 UI 4 വന്നതിൻ്റെ ഒരു ഒപ്റ്റിമൈസേഷൻ കുറച്ചുകൂടെ വേണം. സോ ഇതിന് വരുന്നത് 70 ആണ് നമുക്ക് CPU ത്രോട്ടിൽ. സോ യൂഷ്വലി 80 ആണ് വരാറ്. ഓക്കെ, 80 വരാറില്ല, അപ്രോക്സിമേറ്റ്ലി ഒരു 80% ആണ് നമുക്ക് ത്രോട്ടിൽ വരാറ്. സോ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ അത് കുറച്ചുകൂടെ വിൻഡർ ആയത്. മീൻസ് സ്റ്റേബിൾ ഗ്രാഫാണ് ഇവിടെ വരെ വന്നേക്കണേ, പിന്നെയാണ് നമുക്ക് ഡ്രോപ്പ് ആയിട്ടുള്ളൂ. സോ അവിടെ നമുക്ക് CPU ത്രോട്ടിൽ ടെസ്റ്റ് കുറച്ചുകൂടെ നല്ലത്, ദാറ്റ് മീൻസ് സ്റ്റേബിൾ പെർഫോമൻസ് കുറച്ചുകൂടെ നല്ലത് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇതായിരിക്കും. പക്ഷേ ഇതൊരു നല്ല ഒപ്റ്റിമൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഗീക്ക് ബെഞ്ച് സ്കോർ ഒബ്വിയസ്ലി ഇത് തന്നെയാണ് ബെറ്റർ. നമുക്ക് 1,230 വരുന്നുണ്ട് സിംഗിൾ കോർ, ഇത് ജസ്റ്റ് 702, ആൻഡ് ഇത് 3,635 ആണ് മൾട്ടി കോർ, ആൻഡ് ഇത് ജസ്റ്റ് 2,941. സോ ക്ലിയർ വിന്നർ. സോ യു എഫ് യു ആർ എ ഗെയിമർ, ദെൻ കണ്ണു അടച്ചെടുക്കാൻ പറ്റിയതാണ് നമ്മുടെ iQOO 9 Pro. പക്ഷേ ഒരു കാര്യമുണ്ട്, iQOO 9 Pro ഇപ്പോൾ കറണ്ട് ഒരു അത്യാവശ്യം നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അറൗണ്ട് ഒരു ടെമ്പറേച്ചർ ഒരു 40 ഡിഗ്രി അറൗണ്ട് ആണ് ടെമ്പറേച്ചർ. സോ അങ്ങനത്തെ ഒരു
കാര്യമുണ്ട്. സോ ബട്ട് ഒപ്റ്റിമൈസേഷൻ വഴി സെറ്റ് ആവും. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇതിനകത്ത് ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പ് വരുന്നുണ്ട്. അതായത് നമുക്ക് നോർമലിക്ക് നിങ്ങൾ ഗെയിം കളിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഡൈനാമിക് കണ്ടൻറ്റ്, കുറച്ചും കൂടെ ഡൈനാമിക് റേഞ്ച് കുറച്ചും കൂടെ കൂട്ടാനുള്ളൊരു ഫീച്ചർ. പ്ലസ് നമ്മുടെ MEMC, അതായത് നമ്മുടെ മോഷൻ എസ്റ്റിമേഷൻ, മോഷൻ കമ്പൻസേഷൻ എന്ന സംഭവമാണ്. അത് മീൻസ് നമ്മളിപ്പോൾ ഒരു ഫ്രെയിം റേറ്റ് ഇൻ്റർപോളേഷൻ ഒക്കെ, ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മളൊരു 60 FPS ഗെയിമാണ് ഒരു 90 FPS ആക്കാൻ, അങ്ങനെ ചില ഗെയിംസ് സപ്പോർട്ടോടുള്ള ഗെയിംസിന് മാത്രം വരുന്ന ഒരു കാര്യമാണ്. സോ ഗ്ലോബലി ആപ്ലിക്കബിൾ അല്ല. പിന്നെ അത് മാത്രമല്ല രണ്ടും LPDDR5 ആണ് നമ്മുടെ റാം ടൈപ്പ് വരുന്നത്. പിന്നെ ഇത് എൻഹാൻസ്ഡ് LPDDR5 എന്നാണ് പറയാം. ആൻഡ് ഇത് UFS 3.1 വെർഷൻ 6 ആൻഡ് ഇത് UFS 3.1 നോർമലി വെർഷൻ 5 ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ ബട്ട് സ്റ്റോറേജിൻ്റെ കാര്യത്തിലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് നിൽക്കുന്നത് നമ്മുടെ ഒബ്വിയസ്ലി നമ്മുടെ iQOO 9 Pro ആണ്. സോ മെയിനായിട്ട് ഗെയിമിംഗ് സെഗ്മെൻ്റ് ആണ് നമ്മുടെ iQOO 9 Pro കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് ദ ക്യാമറാസ്. ഓക്കെ, സോ ക്യാമറാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഗാലക്സി S21 Ultra മെയിൻ ക്യാമറ 108 MB മെയിൻ ക്യാമറ, അതൊരു OIS ആണ് വരിക. ആൻഡ് ഇത് വരുന്ന ഒരു 50 MB ഒരു ഗിംബൽ OIS വെച്ചിട്ടാണ്. ഞാൻ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ക്യാമറ സാമ്പിൾസ് ഒക്കെ അറ്റാച്ച് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ നമുക്കിവിടെ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്കൊരു 10x ഒപ്റ്റിക്കൽ പ്ലസ് 100x ഡിജിറ്റൽ വരുന്ന ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ പ്ലസ് പിന്നെ നമുക്ക് ടെലിഫോട്ടോ വരുന്നുണ്ട്, ഒരു 3x ഒപ്റ്റിക്കൽ വരുന്നുണ്ട് ടെലിഫോട്ടോ പ്ലസ് ഒരു 12 MB അൾട്രാ വൈഡ് വരുന്നത്. ആൻഡ് മീൻ വൈൽ നമുക്കിവിടെ 16 MB ടെലിഫോട്ടോ ആണ് വരിക ആൻഡ് 50 MB അൾട്രാ വൈഡ്. സോ അൾട്രാ വൈഡ് ഷോട്ട്സ് കുറച്ചിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും ഇതിനായിരിക്കും. ഓക്കെ, സോ ഓവറോൾ നോക്കുവാണെങ്കിൽ ക്യാമറയിൽ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ദാറ്റ് മീൻസ് അത് പ്രോസസ്സിങ് ഇച്ചിരി വ്യത്യാസമുണ്ട്. ദാറ്റ് മീൻസ് കളർ ടോൺസ് കൊണ്ടുവരുന്ന രീതിയൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, ഒരു iQOO അത് ഞങ്ങൾക്ക് സാമ്പിൾസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും. പിന്നെ മാത്രമല്ല ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ട് ക്യാമറ അത്യുഗ്രനാണ് നമ്മുടെ ഗാലക്സി S21 Ultra 40 MB. സോ നോട്ട് കമ്പാരബിൾ ആണ്, നമുക്ക് iQOO 9 Pro ആയിട്ട് കമ്പാരിസൺ ഇല്ല. 16 MB ഓക്കെ, ജസ്റ്റ് ആ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ജസ്റ്റ് എൻട്രി സെറ്റപ്പിൽ വന്നിട്ടുണ്ട്. ബട്ട് കുറേ എനിക്ക് ഫ്രണ്ട് ക്യാമറ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഒബ്വിയസ്ലി നമ്മുടെ ഗാലക്സി S21 Ultra തന്നെയാണ്. സോ ഗൈസ് ഞാൻ ക്വിക്കായിട്ട് നമ്മുടെ സ്റ്റെബിലൈസേഷൻ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. സോ ഞാൻ ഗിംബൽ OIS മീൻസ് അൾട്രാ സ്റ്റേബിൾ പ്ലസ് പ്രോ ആൻറ്റി ഷേക്ക് എന്ന് പറഞ്ഞൊരു മോഡാണ് നമ്മുടെ iQOO 9 Proയിൽ ഓൺ ആയിട്ടിരിക്കുന്നത്. ആൻഡ് സ്റ്റഡി വീഡിയോ ആണ് നമ്മുടെ S21 Ultraയിൽ. സോ രണ്ടും പ്ലേ ചെയ്യാം. കുറച്ചും കൂടെ സ്റ്റേബിളായിട്ട് ഒബ്വിയസ്ലി ഗിംബൽ OIS ഉള്ള കാരണം കുറച്ചും കൂടെ നല്ലതായിട്ട് വരുന്നത് നമ്മുടെ iQOO 9 Pro ആണ്. ആൻഡ് ഇത് രണ്ടിൻ്റെ ഒരു നോർമൽ ഷോട്ടാണ് വരിക, മീൻസ് നമ്മുടെ അൾട്രാ വൈഡ്. ഓക്കെ, സോ കണ്ടോ രണ്ടും നല്ലതാണ്. പക്ഷേ നമുക്ക് ആ ഒരു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ 50 MB അൾട്രാ വൈഡ് വരുന്നതാണ് കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് നമുക്ക് നമ്മുടെ iQOO 9 Pro വരുന്നുണ്ട്, കണ്ടറിയാം. ബട്ട് ഇത് നമുക്ക് സൂം ചെയ്യാൻ പറ്റും, പക്ഷേ ആ ഡീറ്റെയിലിംഗ് മിസ്സാവുന്നുണ്ട്. സൂം ചെയ്യുമ്പോൾ ഡീറ്റെയിലിംഗ് മിസ്സാവും, പക്ഷേ ഇത് പക്കയുടെ ഡീറ്റെയിലിംഗ് കാണിക്കുന്നുണ്ട് നമുക്കിതിനകത്ത്. ആൻഡ് ഇതൊരു ഷോട്ടാണ്. ആൻഡ് ഇതിനകത്ത് സ്കൈ ഇമേജ് പ്രോസസ്സിങ് അത്യാവശ്യം കുറച്ചും കൂടെ കളേഴ്സ് വന്നിരിക്കുന്നത് നമ്മുടെ iQOO 9 Proയ്ക്കാണ്. ഗാലക്സി S21 Ultra എക്സാക്റ്റ് ദാറ്റ് മീൻസ് കുറച്ചും കൂടെ സാച്ചുറേറ്റഡ് ആക്കിയിട്ടുണ്ട് നമ്മുടെ iQOO 9 Pro. ബട്ട് ഇത് എക്സാക്റ്റ് എങ്ങനെയാണോ സ്കൈക്കണേ ആ രീതിയിലാണ്. ആൻഡ് ഇത് ജസ്റ്റ് ഒരു നൈസ് പോർട്രേറ്റ് ഷോട്ടാണ്. ആൻഡ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതിനകത്ത് കുറച്ചും കൂടെ നല്ലത് മീൻസ് എക്സാക്റ്റ് കളർ കാണിച്ചിരിക്കുന്നത് നമ്മുടെ S21 Ultra ആണ്. ഇത് ഇച്ചിരി ഡിഫറൻസ് ഉള്ള കളറാണ് വരുന്നത്. ആൻഡ് ഇതാ ഒരു പോർട്രേറ്റ്. ആൻഡ് കുഴപ്പമില്ല, രണ്ടും നല്ലതാണ്. പക്ഷേ കുറച്ചും കൂടെ എഡ്ജ് ഡിറ്റക്ഷൻ എനിക്ക് ഫീൽ ചെയ്ത് നമ്മുടെ iQOO 9 Pro ഇത് കണ്ട് ഇവിടെ കുറച്ച് മിസ് ഔട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ഇത് നമ്മുടെ ദാറ്റ് മീൻസ് നമ്മുടെ 100x സൂമിംഗ് ആണ്, ഇത് 30x സൂമിംഗ് ആണ് വരിക. സോ ഇതാണ് ഞാൻ പറഞ്ഞ ഡിഫറൻസ്. ഇത് നമ്മുടെ ഈ സെയിം ഇമേജ് തന്നെ രണ്ടിലെടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഗാലക്സി S21 Ultrയുടെ ഇമേജിനകത്തുള്ള പച്ച കളറല്ല നമ്മുടെ iQOO 9 Pro വന്നത്. എക്സാക്റ്റ് ഇതാണ് നമ്മുടെ ഗാലക്സി S21 Ultra തന്നെ കളറാണ് എക്സാക്റ്റ് വന്നത്. ഇത് ഇച്ചിരി ഡിഫറൻസ് ഉണ്ട് കളർ, ഇച്ചിരി ഓവർ പ്രോസസ്ഡ് അല്ല, അണ്ടർ പ്രോസസ്ഡ് ആണ് പറഞ്ഞത്. ഇതല്ല കളർ ആക്ച്വലി, ഇതാണ് എക്സാക്റ്റ് കളർ തന്നിരിക്കുന്നത്. കുറച്ചും കൂടെ വൈബ്രൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ വൈബ്രൻ്റ് ആയിട്ടും എക്സാക്റ്റ് ട്രൂ ടോൺ നാച്ചുറലിനോട് ഏറ്റവും സാമ്യമായിട്ടുള്ള കളർ വന്നിരിക്കുന്നത് S21 Ultrയ്ക്കാണ്. ഓക്കെ, സിനാരിയോസ് വെച്ച് മാറി ഇത് ഞാൻ 108 MB എടുത്ത മോഡാണ്, ഒരു ഫോട്ടോ ആണ്. ഇത് ഇത്രയും ക്ലോസ് ആവും. ബട്ട് ഇത് 50 MB ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്, ബട്ട് ഇത്രയും ക്ലോസ് ആവുകയുള്ളൂ. ഓക്കെ, സോ അങ്ങനെ നൈസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആൻഡ് ഇത് മാക്രോ ഷോട്ടാണ്, രണ്ടും കൊള്ളാം. ബട്ട് ഇതിൻ്റെ എക്സാക്റ്റ് കളർ ഇതാണ് വരുന്നത്.
സോ ഗൈസ് നെക്സ്റ്റ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു ഫീച്ചറാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നമ്മുടെ iQ9 പോലെ ബ്ലേസിങ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഫാസ്റ്റാണ് നമ്മുടെ. ഞാൻ ഫിംഗർ പ്രിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. 1 2 3 4. ഓക്കെ, സോ ഫിംഗർ പ്രിൻറ്റ് ആഡ് ഫിംഗർ പ്രിൻറ്റ് കൊടുത്തു. ഞാൻ സെയിം തന്നെ നമ്മുടെ S20 Ultraയിലും കാണിക്കാം. ബയോമെട്രിക്സ് ആൻഡ് സെക്യൂരിറ്റി, ഫിംഗർ പ്രിൻറ്റ്സ് 1 2 3 4, ആഡ് ഫിംഗർ പ്രിൻറ്റ്. ഓക്കെ, സോ സെയിം കൈ തന്നെ രണ്ടിലും വയ്ക്കാം. സ്റ്റാർട്ട് ഇൻപുട്ടിങ് കൊടുത്തു ആൻഡ് നമ്മുടെക്ക് എത്ര സെക്കൻഡ് എടുക്കാം? 3 2 1 ആൻഡ് ഗോ. ആ ഫിംഗർ പ്രിൻറ്റ് ഓൾറെഡി എക്സിസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. സോറി, ഞാനത് ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ആഡ് ഫിംഗർ പ്രിൻറ്റ് ഒന്നുകൂടെ കൊടുക്കുകയാണ്. 3 2 1 ആൻഡ് ഡൺ. കണ്ടോ, ജസ്റ്റ് ഗ്ലാൻസ്, ജസ്റ്റ് ഒരു ലൈറ്റ് പ്രസ് മതി, ആ ഇൻസ്റ്റൻറ്റ് തന്നെ ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെയാവും. ഇതിനകത്ത് ഞാൻ ഫിംഗർ പ്രിൻറ്റ് ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, റിമൂവ് ആൻഡ് ആഡ് ഫിംഗർ പ്രിൻറ്റ് കൊടുത്തു. എന്ന് നോക്കിയോ, ആയിട്ടില്ല. കണ്ടോ, വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കൈ എടുത്തിട്ട് വെക്കാൻ പറയുകയാണ്. കണ്ടോ, ഇറ്റ് റിക്വയേഴ്സ് ലോ. കണ്ടോ, നമുക്ക് ടൈം എടുക്കുന്നുണ്ട്, ബട്ട് വർക്കിങ് നമ്മൾ ആ കറക്റ്റ് പൊസിഷൻ മാറ്റി മാറ്റി വെച്ചാലാണ് പക്കയായിട്ട് അവരോട്. ഓക്കെ, ആൻഡ് ഫാസ്റ്റ് നോക്കാം രണ്ടിൻ്റെയും. സോ ഇൻ 1 2 3 4. സോ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, നമുക്ക് ലോക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ ഒന്ന് ഫിംഗർ പ്രിൻ്റ് കൊടുക്കട്ടെ. യെസ്. സോ ഇൻ 3 2 1 ആൻഡ് ഉണ്ടോ, രണ്ട് പക്ക ഫാസ്റ്റാണ്. എന്നാലും ഒന്നുകൂടെ ഇൻ 3 2 1 ആൻഡ് ആണോ, രണ്ടും റാപ്പിഡ് ഫാസ്റ്റ് തന്നെയാണ്. നമുക്ക് ഫേസുകൾ നോക്കാം. ഇൻ 3 2 1 ആൻഡ് ഗോ. സോ S20 Ultra ഒരു പൊട്ടിക്ക് സമയമാണ്. കുറച്ചും കൂടെ നല്ല അൽഗോരിതം നമ്മുടെ iQ9 Pro ആണ്. കുറച്ചും കൂടെ ഫാസ്റ്റ്. സോ ഫിംഗർ പ്രിൻറ്റ് റെക്കഗ്നീഷൻ പ്ലസ് ഫാസ്റ്റ് രണ്ടും കട്ടൊക്കെയാണ്. പക്ഷേ കുറച്ചും കൂടെ രജിസ്ട്രേഷനും കുറച്ചും കൂടെ എനിക്ക് ഇച്ചിരി അടിപൊളിയായിട്ട് തോന്നി നമ്മുടെ iQ9 Pro ഫിംഗർ പ്രിൻ്റാണ്. ഇനി ബാറ്ററി ആൻഡ് ചാർജിങ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മുടെ iQ9 Pro 4700 mAh ബാറ്ററി, 120 വാട്ട് ചാർജർ. ഞാൻ എൻ്റെ ബാറ്ററി ചാർജിങ് സ്പീഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് 50 വാട്ട് വയർലെസ് ചാർജിങ്, 10 വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ട്. ഗാലക്സി S20 Ultra ആണെങ്കിൽ 25 വാട്ട് ആണ് നമുക്ക് ചാർജിങ് സപ്പോർട്ടുള്ളൂ. പക്ഷേ അത് ബോക്സിൽ വരുന്നില്ല. ഇത് 120 വാട്ട് ബോക്സിൽ തന്നെ വരുന്നുണ്ട്. പ്ലസ് 15 വാട്ടാണ് നമുക്ക് വയർലെസ് ചാർജിങ് ഉള്ളൂ. 4.5 വാട്ടാണ് നമുക്ക് റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉള്ളൂ. സോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 5000 mAh കൊണ്ട് വേഴ്സസ് 4700 അല്ലാണ്ട് ബാക്കി എല്ലാ ഫീച്ചേഴ്സും കൂടി നമ്മുടെ iQ9. സോ ബാറ്ററി ആൻഡ് ചാർജിങ് ഞാൻ ഒരു ക്ലിയർ വിൻ കൊടുക്കുക നമ്മുടെ iQ9 Pro ആയിരിക്കും. ആൻഡ് ദെൻ ഫോർ ദി UI, ക്ലിയർ വിൻ നമ്മുടെ ഗാലക്സി S20 Ultra ആണ്. സോ അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒറ്റ ഗ്ലാൻസിൽ കാണിച്ചു തരാം. സോ എനിക്കിപ്പോൾ ഒറ്റ കൈ കൊണ്ട്, ഇപ്പോൾ രണ്ട് കയ്യിലും ഫോണാണല്ലോ, ഒറ്റ കൈ കൊണ്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ പാനലിൽ ഒരു സംഭവം മാറണം. സോ ഇതിപ്പോൾ ഒരു ഫീച്ചർ ഉണ്ട്, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഉണ്ടോ, എനിക്ക് സ്റ്റിൽ നോട്ട് ആക്സസിബിൾ, വൈഫൈ ആക്സസിബിൾ അല്ല. ആൻഡ് One UIയുടെ ഫീച്ചർ എന്ന് വെച്ചാൽ ഇൻട്രാക്ഷൻ്റെയും വ്യൂയിങ്ങിനെയും രണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് എവിടെയാണോ നമുക്ക് വ്യൂ ഇൻട്രാക്ട് ചെയ്യേണ്ടത് അവിടെ കറക്റ്റ് നമ്മുടെ ഒറ്റ കൈ കൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. അതാണ്. സോ ഭയങ്കര One UI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര. പിന്നെ അത് മാത്രമല്ല, ഗാലക്സി S20 Ultra 4 വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഉണ്ട്. ആസ് ഗാലക്സി S22 Ultra പോലെ 4 വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്. പിന്നെ പക്ക അപ്ഡേഷനാണ് വരിക. അത് മാത്രമല്ല, പട്ടേന്ന് അപ്ഡേഷൻസും വരും. പിന്നെ 1 ഹാൻഡ് യൂസേജ് പക്കയാണ്. എല്ലാം കൊണ്ടും UI ക്ലീൻ ആൻഡ് നീറ്റാണ് ഇതാണ്. പിന്നെ അത് മാത്രമല്ല, S Pen സപ്പോർട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് യൂസ്. സോ ഒരു ഓൾറൗണ്ടറാണ്. ഗെയിമിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അല്ലാത്തൊരു ഓൾറൗണ്ടർ ആണെങ്കിൽ ഗാലക്സി S20 Ultra. ഇനി അല്ല, നിങ്ങൾക്ക് ക്യാമറ, എസ്പെഷ്യലി വീഡിയോ സ്റ്റെബിലൈസേഷൻ മാറെ കണ്ടു, ഒരു രക്ഷയില്ല. വീഡിയോ സ്റ്റെബിലൈസേഷൻ ക്യാമറ എനിക്ക് രണ്ടും കൂടെ നോക്കിയിട്ട് എനിക്ക് ബൈ പേഴ്സണൽ പ്രിഫറൻസ് ആണ് ഞാൻ ഗാലക്സി S20 Ultra ആണ് പ്രിഫർ ചെയ്യുക. എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് S20 Ultra എനിക്ക് കുറച്ചും ഇഷ്ടപ്പെട്ട. ഓവറോൾ കളർ ടോൺസ്, പിന്നെ 100x സൂമിങ് കാര്യങ്ങളൊക്കെ, ഓവറോൾ എനിക്ക് ഗാലക്സി S20 Ultrയുടെ ഫീച്ചേഴ്സ് തന്നെയാണ്. ഇതിനകത്ത് കുറച്ച് അടിപൊളി മോഡ്സ് ഒക്കെ ഉണ്ട്. എന്നാലും കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ഗാലക്സി S21 Ultra ആണ്. ആൻഡ് നമുക്ക് ആർക്കാണ് iQ9 Pro 69,999 വർത്താണെന്ന് വെച്ചാൽ കണ്ണുവച്ചെടുക്കാം. നമ്മുടെ 69,999, നമ്മുടെ iQ9 Pro എല്ലാം അടിപൊളിയാണ്. ഗെയിമിംഗ് അടിപൊളിയാണ്. ഗെയിമിംഗ് പ്ലസ് നമ്മുടെ റിയർ ക്യാമറ ഫീച്ചേഴ്സാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഇത് പോകും. പിന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എലോങ് വിത്ത് നമ്മുടെ സ്പീക്കേഴ്സൊക്കെയാണ്. രണ്ടും ഓൾമോസ്റ്റ് ഒരു മാക്സിമം ഒരു 3% ഡിഫറൻസ് ആണ് രണ്ടും തമ്മിൽ ഒരു ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, ആൻഡ് ബിൽഡ് ആൻഡ് ഡിസൈൻ ഞാൻ പറഞ്ഞ പോലെ IP റേറ്റിംഗിൻ്റെയും ആ പാൻഡ ഗ്ലാസിനെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. സോ that's all for today, guys. Signing off, it's Phone Mania.